യു.ഡി.എഫിനെതിരെ വി ശിവൻകുട്ടി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള തർക്കത്തിൽ പ്രതികരിച്ച വി ശിവൻകുട്ടി. യു.ഡി.എഫിന്റെ പാരമ്പര്യം ഇതാണെന്നും ചില കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മാറില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. CPM-ൽ ഇതുവരെ മന്ത്രിമാരെ തീരുമാനിച്ചിട്ടില്ല. 140 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാലും യു.ഡി.എഫിനോട് എന്തിന് തർക്കിക്കണമെന്നും ശിവൻകുട്ടി ചോദിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വകുപ്പടക്കം തിരിച്ചിരുന്നു. ഇപ്പോൾ 3 മുഖ്യമന്ത്രിമാരാണുള്ളത്. ഇനിയും കൂടുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി അറിയും മുമ്പേ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ കനത്ത പോര് തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ച് K സുധാകരൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് വീണ്ടും UDF മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത്. സുധാകരന്റെ പോസ്റ്റിൽ MP-മാർ പലർക്കും അതൃപ്തിയുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച കത്തിക്കയറുന്നതിനിടെയാണ് കേരളം കേസ് നയിക്കട്ടെ എന്ന ആഹ്വാനവുമായി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശക്തമായി പിന്തുണച്ച് K സുധാകരൻ ഇന്നലെ പോസ്റ്റിട്ടത്. കേരളത്തിന് വേണ്ടത് KCയെ പോലെ ദീർഘദർശിയായ നേതാവിനെയാണെന്നാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. K കരുണാകരനിൽ തുടങ്ങി കോൺഗ്രസിന്റെ മഹാനേതാക്കന്മാരുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിന്റെ മുടിചൂടാമന്നനായി ഉയരാൻ KCയെ കഴിയുമെന്ന് പോസ്റ്റിൽ സുധാകരൻ വാനോളം വാഴ്ത്തുന്നു. പോസ്റ്റിന് താഴെ VD സതീശനെ പിന്തുണച്ച് കമന്റുകൾ വന്നതോടെ കമന്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കേന്ദ്ര നേതൃത്വത്തിൽ നിർണായക ചുമതലകൾ വഹിക്കുമ്പോഴും KCയുടെ സാന്നിധ്യം എത്ര നിർണായകമാണ് എന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിച്ചതാണ് സുധാകരൻ പറയുന്നത്. പ്രവർത്തകരോട് കാണിക്കുന്ന വിനയവും എല്ലാവർക്കും ഒപ്പം അവരുടെ സഹയാത്രികനായി നിൽക്കാൻ കഴിയുന്നതും KCയെ വ്യത്യസ്തനാക്കുന്നുവെന്ന് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകുന്ന നേതാവാകാൻ കഴിയട്ടെയെന്നും പോസ്റ്റിൽ സുധാകരൻ ആശംസിക്കുന്നുണ്ട്. അതേസമയം കേരളത്തിൽ UDF തരംഗമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും ഇന്ന് രാവിലെ ഒരു മാധ്യമത്തോട് അദ്ദേഹം പ്രതികരിച്ചു. മുഖ്യമന്ത്രി ചർച്ചകൾ തള്ളിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. പരസ്യാഭിപ്രായ പ്രകടനം ശരിയല്ല. അഭിപ്രായങ്ങൾ പറയേണ്ടത് പാർട്ടി വേദികളിലാണ്. ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. മുതിർന്ന നേതാക്കൾ മാതൃക കാണിക്കണം. ചേരിതിരിഞ്ഞുള്ള പോര് നിർത്തണം. ഇതെല്ലാം സമയമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി.